ഹലോ നമസ്കാരം, താരാസ് വണ്ടർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു അടിപൊളി ക്രാബ് റോസ്റ്റിൻ്റെ റെസിപ്പി കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലുള്ള ഞണ്ടല്ല, കാനഡയിലുള്ള ഞണ്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ കാനഡയിലുള്ള ഞണ്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കണത്. അപ്പോൾ ഈ ഞണ്ട് നമ്മുടെ നാട്ടിലുള്ള ഞണ്ടിൻ്റെ ഷേപ്പൊന്നുമല്ല. ഈ ഞണ്ടിന് കാലിൻ്റെ നീളം ഭയങ്കര കൂടുതലാണ്. അപ്പോൾ കാലിൻ്റെ നീളം കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ കാലൊക്കെ നന്നായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇത് ഇടണത്. പിന്നെ ഇതിൻ്റെ ഇറുക്കക്കാല് ചെറിയ കാലായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇങ്ങനെ പാക്ക് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടണത്. അവരൊരുവിധം ക്ലീൻ ചെയ്തിട്ടൊക്കെയാണ് ഇത് തരണത്. ഇതിൻ്റെ പുറന്തോടൊക്കെ കളഞ്ഞതിന് ശേഷമാണ് ഇത് പാക്ക് ചെയ്ത് നമുക്ക് കിട്ടണത്. അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെയാണ് ഇരിക്കണത്. ഇതിൻ്റെ കാലുകളൊക്കെ ഭയങ്കര നീണ്ട കാലാണ്, ഓറഞ്ച് കളറുമാണ് കാലിനൊക്കെ. പിന്നെ ഇതിൻ്റെ ബോഡിയിലുള്ള അതിൽ നന്നായിട്ട് മാംസമുണ്ട്. അപ്പം നമ്മൾ വിചാരിച്ച് കാലുകളിലൊന്നും അധികം മാംസം ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ ഇതിങ്ങനത്തെ പാക്കിലായിട്ടാണ് ഇത് നമുക്ക് കിട്ടുന്നത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന്. അപ്പോൾ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ കവറുകൊണ്ട് കവർ ചെയ്തിട്ടാണ് നമുക്ക് കിട്ടണത്. അപ്പോൾ ഇതിൻ്റെ കാലുകളിലൊന്നും അഴുക്കൊന്നുമില്ല, എല്ലാം ക്ലീൻ ചെയ്തിട്ടാണ് അവർ വെക്കണത്. പക്ഷേ നമ്മളിപ്പോൾ സ്റ്റീൽ വുഡ് കൊണ്ടൊന്ന് ഉരച്ച് നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തോടൊന്നും ഉണ്ടായില്ല. അപ്പോൾ അതൊന്നും കൂടി നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയ ഒരു 1.5 ഞണ്ടാണ് ഇതിലുള്ളത്. ഒരു ഞണ്ടിൻ്റെ മാംസവും പിന്നെ ഒരു അര ഭാഗവും കൂടിയുള്ള ഒരു പാക്കായിട്ടാണ് കിട്ടിയേക്കണത്. അപ്പോൾ ഇതിൻ്റെ കാലൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടാണ്. അത് കട്ട് ചെയ്യാനൊന്നും വലിയ പ്രയാസമൊന്നുമില്ല, ഒന്ന് തട്ടിക്കൊടുത്താൽ മതി, പെട്ടെന്ന് കട്ട് ചെയ്ത് കിട്ടുന്നുണ്ട്. അപ്പം ഞാനിത് കണ്ടപ്പോൾ പറഞ്ഞ് ഇതിൽ അധികം മാംസം ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതിൻ്റെ ബോഡിനോട് ചേർന്നിട്ടുള്ള കാലിൻ്റെ ഭാഗത്ത് നന്നായിട്ട് മാംസമുണ്ട്. നല്ല കുഴൽ പോലെ മാംസം നമുക്ക് കിട്ടുന്നുണ്ട് നമ്മൾ കഴിച്ചപ്പോൾ. പിന്നെ അതിൻ്റെ തുമ്പത്തുള്ള കാല് മാത്രം അധികം മാംസമില്ല, അതിലിങ്ങനെ ചെറിയൊരു ഗ്രേവി പോലെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഞാനിത് കണ്ടപ്പോൾ വിചാരിച്ചത് അധികം ടേസ്റ്റ് ഉണ്ടാവില്ലെന്നാണ്. നാട്ടിലെ ഞണ്ടിൻ്റെ കറി വയ്ക്കണ പോലെ ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചത്. പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. നമ്മൾ വിചാരിക്കണ പോലെ ഒന്നും അല്ല ഇവിടുത്തെ ഇതൊക്കെ നന്നായിട്ട് ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് ഇവർ നമുക്ക് തരുന്നത് ഇവിടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ഗ്രേവിക്കൊക്കെ ആയാലും നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് 2 വലിയ സവാള ഇതിനെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടത്തേക്ക് സവാള അറിയാലോ, നല്ല വലിപ്പമുള്ള സവാളയാണ്. അപ്പോൾ ഗ്രേവി കൂടുതൽ ഇട്ടാൻ വേണ്ടി 2 വലിയ സവാള എടുത്തിട്ടുണ്ട്, 2 കഷ്ണം ഇഞ്ചി, ഒരു 4 പച്ചമുളക്, പിന്നെ ഒരു 1.5 കുടം വെളുത്തുള്ളി, പിന്നെ 2 തക്കാളി, ഇത്രയൊക്കെ കൂടി എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം മോളിപ്പോൾ എല്ലാത്തിനും കടുക് പൊട്ടിക്കാറുണ്ട്. അപ്പോൾ ആദ്യം കടുക് പൊട്ടിച്ച് അതിന് ശേഷം സവാള ഇട്ടിട്ടുണ്ട്, വെളുത്തുള്ളിയും ഇഞ്ചി പേസ്റ്റ് എടുത്ത് മിക്സിയിൽ അടിച്ചൊന്ന് അതിലൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ സവാളയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ 2 വലിയ സവാള എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കതൊന്ന് സവാള ഒന്ന് വാടി വരുന്നവരെ വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ഞണ്ട് റോസ്റ്റിന് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. നമ്മൾ നാട്ടിൽ വെക്കണം പോലെ തന്നെ ഗ്രേവിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പ്രത്യേകതരം ഞണ്ടാണെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഇവിടുത്തെ കായൽ ഞണ്ടോ അങ്ങനെ എന്താണെന്നറിയാൻ പാടില്ല, ഇങ്ങനത്തെ ഞണ്ടുകളാണ് ഇവിടെ കിട്ടണത്. അപ്പോൾ ഈ ഞണ്ട് റോസ്റ്റിൻ്റെ ഷോർട്സും കൂടി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിലൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ നമ്മൾ ഈ സവാള വാടിക്കഴിയുമ്പോൾ തന്നെ നമ്മൾ സാധാരണ ഞണ്ട് റോസ്റ്റ് ചെയ്യണ പോലെ തന്നെയാണ് ഞാനിത് ചെയ്തേക്കണത്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടാൽ മതിയാകും. എന്നിട്ട് ഇവിടുത്തെ മുളക് പൊടിക്ക് നല്ല എരിവുള്ള നല്ല മുളക് പൊടിയാണ്, നമ്മുടെ നാട്ടിൽ നിന്ന് പൊടിപ്പിച്ചുകൊണ്ട് വന്നതാണ്. ഭയങ്കര എരിവാണ് ഈ മുളക് പൊടിക്ക്. ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയുള്ള മുളക് പൊടി മരുമോൻ്റെ അപ്പനമ്മയൊക്കെ വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുളക് പൊടി കുറച്ചിട്ടാൽ മതിയാകും. പിന്നെ ഒരു 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഗരം മസാലപ്പൊടി നമ്മൾ ലാസ്റ്റാണ് ചേർക്കണം. കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും ലാസ്റ്റ് ചേർക്കാം. അപ്പോൾ സവാള ഇട്ടിട്ട് സവാളയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ട് അതൊന്ന് വാടി നന്നായിട്ട് മുരിഞ്ഞ് വന്നപ്പോൾ തന്നെ നമുക്ക് മുളക് പൊടിയൊക്കെ ഇട്ട് പൊടികളൊക്കെ ഇട്ടിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ തന്നെ തക്കാളിയും കൂടി ചേർത്തിട്ട് അത് മൂടി വെച്ചൊന്ന് ഒരു മിനിറ്റ് നേരം അതിൻ്റെ ഒന്ന് ഗ്രേവിയൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോൾ തന്നെ നമുക്ക് ഈ ഞണ്ട് ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഞണ്ടിൻ്റെ കാലൊക്കെ ഒന്ന് രണ്ടാക്കി കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തേക്കണം. തീരെ ചെറുതൊന്നും ആക്കിയില്ല. അപ്പോൾ ഇതിലൊക്കെ നന്നായിട്ട് മാംസമുണ്ട്. ഒട്ടും ഒന്നും വേസ്റ്റായിട്ട് കളയേണ്ടതായിരുന്നില്ല. കറി വെച്ചപ്പോൾ വിചാരിച്ചത് മാംസം അധികമൊന്നും ഉണ്ടാവില്ലെന്നാണ്. എന്നാൽ നല്ല ടേസ്റ്റും ഉണ്ട്, ഗ്രേവിക്കൊക്കെ നല്ല ടേസ്റ്റുള്ളതാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. എന്നാലാണ് ഇത് വേകാനുള്ള വെള്ളം ഒഴിക്കണം. പിന്നെ ഇത് ലെമണിൻ്റെ നാരങ്ങാനീര് ഇങ്ങനെ കുപ്പിയിലാക്കി വരുന്നതാണ്. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപയോഗിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. നമുക്കിത് ഉപയോഗിച്ച് നാരങ്ങ കലക്കി കുടിക്കാം. ഇത് നല്ല ഉപകാരപ്രദമായിട്ട് എനിക്ക് തോന്നി. നാരങ്ങയുടെ ആവശ്യമുള്ളപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കുറച്ചെടുത്താൽ മതിയാവും. നമ്മുടെ അവിടെ ലുലുമാളിലൊക്കെ ഇത് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇവിടെ ഇതാണ് ലെമൺ ജ്യൂസിന് പകരം ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കത് കുറച്ച് ഒരു 2 ടേബിൾ സ്പൂണും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് മൂടി വെച്ച് ഒരു 5 മിനിറ്റോ 7 മിനിറ്റോ വേവുള്ളൂ. ഇതിന് അധികം വേവൊന്നുമില്ല. പിന്നെ ഞങ്ങളിപ്പോൾ ഇതിൽ പുളി ചേർക്കാറില്ല. ചിലവർ ഇതിൽ കുടംപുളിയോ വാളംപുളിയോ ഒക്കെ ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ പുളി ചേർത്ത് കഴിഞ്ഞ് ഇതിൻ്റെ ടേസ്റ്റ് അപ്പാടെ മാറിപ്പോകും. ഞണ്ടിനൊരു പ്രത്യേകതരം നല്ല ടേസ്റ്റ് ഉണ്ട്. ആ ടേസ്റ്റ് ആണെങ്കിൽ നമ്മൾ പുളിയൊന്നും ചേർക്കാതെ തക്കാളിയുടെ പുളി മാത്രം ഇട്ട് റോസ്റ്റ് ചെയ്തെടുക്കുകയാണെങ്കിലാണ് അതിൻ്റെ സ്വാഭാവികമായ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ.